തന്റെ പേഴ്സണൽ സ്റ്റാഫിലെ സഹോദരിയുടെ ഭർത്താവായ ബെന്നി തോമസിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളെ ശക്തമായി ന്യായീകരിച്ച മന്ത്രിയും കെ.പി.സി.സി പ്രസിഡന്റുമായ സണ്ണി ജോസഫ് അപേക്ഷ ക്ഷണിച്ച് പരീക്ഷയും അഭിമുഖവും നടത്തിയ ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരിടമല്ല പേഴ്സണൽ സ്റ്റാഫെന്നും മന്ത്രിക്കൊപ്പം പ്രവർത്തിക്കാന് പൂർണ്ണ വിശ്വാസിയുള്ള വ്യക്തികളെയാണ് ഇത്തരം പദവികളിൽ നിയമിക്കാറുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബെന്നി തോമസിനെ നിയമിച്ചത് കേവലം ഒരു ബന്ധു എന്ന പരിഗണനയിലല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ മികച്ച ട്രാക്ക് റെക്കോർഡും അനുഭവസമ്പത്തും മുൻനിർത്തിയാണെന്ന് മന്ത്രി പ്രതികരിച്ചു. ഇന്ദിരാഭവനിൽ നടന്ന കോൺഗ്രസിന്റെ വിശാല കെ.പി.സി.സി നേതൃയോഗത്തില് സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തില് പുനഃപരിശോധന ആവശ്യമില്ലെന്ന പൊതുധാരണയിലെത്തി. ബെന്നി തോമസ് തികച്ചും യോഗ്യനായ വ്യക്തിയാണെന്നാണ് യോഗത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം നേതാക്കളും അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ കരുതലോടെ വേണമായിരുന്നുവെന്നും അനാവശ്യ വിവാദങ്ങൾ ക്ഷണിച്ച് വരുത്തരുതായിരുന്നുവെന്നും യോഗത്തിൽ പങ്കെടുത്ത എം ഹസന് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. 13 പേരെയാണ് സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതില് 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരില് ഒരാള് ബെന്നി തോമസും മറ്റൊന്ന് സുദീപ് ജെയിംസുമാണ്. 13 പേരില് ഈ 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥരല്ല. സുദീപ് ജെയിംസ് കാലങ്ങളായി സണ്ണി ജോസഫിനൊപ്പമുള്ള ആളാണ്. എന്നാൽ സണ്ണി ജോസഫിനെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ച് CPM നേതാവ് MV ജയരാജൻ രംഗത്ത് വന്നു. 24,000 റാങ്ക് ഉണ്ടായിരുന്ന സണ്ണി ജോസഫിന്റെ മകൾക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത് വഴിവിട്ട രീതിയിലാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ബന്ധു നിയമനം ഒരു തരത്തിൽ സ്വജനപക്ഷപാതം തന്നെയാണെന്നും വിലയിരുത്തുന്നു. രാഷ്ട്രീയ നിയമനമെന്ന് പറഞ്ഞ് ബന്ധുനിയമനത്തെ സണ്ണി ജോസഫ് ന്യായീകരിക്കുകയാണെന്ന് ജയരാജൻ വിമർശിച്ചു. ഇത് മാതൃകയാക്കാനാണ് മറ്റ് മന്ത്രിമാരുടെ നീക്കമെങ്കിൽ സ്വന്തക്കാർക്ക് മാത്രമാകും അടുത്ത 5 കൊല്ലം നിയമനമെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി. അതേസമയം ബന്ധുനിയമനത്തെ ചൊല്ലിയുള്ള വിവാദം കനക്കുന്നതിനിടെ തന്റെ നീക്കത്തെ ന്യായീകരിച്ച് സണ്ണി ജോസഫ് ഇന്ന് രംഗത്തെത്തിയിരുന്നു. ബന്ധുനിയമനത്തെ ന്യായീകരിക്കുന്ന സമീപനമാണ് സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ നിയമനമാണ് നടത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതും കണ്ണൂർ ജില്ലയിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ അദ്ദേഹം 10 പേരെയാണ് നിയമിച്ചിരിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ അർഹതപ്പെട്ടവരെ തഴഞ്ഞ മകൾക്ക് സീറ്റ് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. സഹോദരൻ, സഹോദരി എന്നിവർക്ക് വിവിധ സഹകരണ ബാങ്കുകളിൽ നിയമനം നൽകുകയും ചെയ്തു. ജയരാജൻ കുറ്റപ്പെടുത്തി.